ഹലോ ഗൈസ്, ഈ പള്ളി കണ്ടാൽ തന്നെ അറിയാം ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ലോക പ്രശസ്തിയുള്ള ഈ ദേവാലയമാണ് അർത്തുങ്കൽ ദേവാലയം എന്ന് അറിയപ്പെടുന്നു. ഈ ദേവാലയത്തിൻ്റെ മുൻവശങ്ങളിലൂടെ ഞാനിതാ മുന്നോട്ട് നീങ്ങുന്നു. അതിലെ ആ മണൽത്തരികൾ സ്പർശിച്ചുകൊണ്ട് എൻ്റെ പാദങ്ങൾ മുന്നോട്ട് പോകുന്നു. ദേവാലയത്തിൻ്റെ കവാടത്തിലേക്ക് ലക്ഷ്യമാക്കി ഞാനിതാ നീങ്ങുന്നു. പ്രാവുകളും മറ്റ് പറവുകളുമെല്ലാം അവിടെ വന്ന് നടക്കുന്നു. എൻ്റെ പാദങ്ങൾ മുന്നോട്ട് പോകുന്നു. ചവിട്ടുമ്പോൾ ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗം പൂഴിയിൽ ആഴ്ന്നു പോകുന്നതുകൊണ്ട് മണ്ണ് ഇങ്ങനെ തെറിച്ച് പോകുന്നു. ഞാൻ മനഃപൂർവ്വം തെറിപ്പിച്ച് നടക്കുന്നതല്ല. ദേവാലയത്തിലേക്ക് ലക്ഷ്യമാക്കി നടക്കുന്നു. അപ്പോൾ ഒരു പന്തലിന് കീഴെയാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പെരുന്നാൾ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയായി. ഇപ്പോഴും ആ പന്തൽ അവിടെ തന്നെയുണ്ട്. ബോക്സുകളും ഇതെല്ലാം അഴിച്ചു വച്ചിരിക്കുന്നു. ഇതൊക്കെ എടുത്ത് കൊണ്ട് പോകുവാനുള്ള സമയമായിരിക്കുന്നു. ഏകദേശം ഒരു ഉച്ച സമയത്തായപ്പോഴാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ദേവാലയത്തിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് പോവുക, അനുഗ്രഹം വാങ്ങുക എന്നത്. അങ്ങനെ ഞാൻ ദേവാലയത്തിലേക്ക് എത്തി. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആ ഒരു തിരുസ്വരൂപം ദേവാലയത്തിന് മധ്യേ തന്നെ എഴുന്നള്ളി വച്ചിരിക്കുന്നു. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ച് നേർച്ചയുണ്ടെങ്കിൽ നേർച്ചയിടുവാൻ, അതിനുശേഷം നേർച്ച പൊരി വാങ്ങി കഴിക്കുവാനും നമുക്ക് സാധിക്കും. ഞാൻ കരുതി പള്ളിയിൽ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഈ ദേവാലയത്തിൽ എപ്പോഴും ആളുകളുണ്ടായിരിക്കും. വിശുദ്ധനെ കാണാനും അനുഗ്രഹം ലഭിക്കുവാനുമായി ആളുകൾ സദാ വന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് ജനുവരിയിലെങ്ങാനുമാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഈ പള്ളിമുറ്റത്ത് കാലെടുത്ത് കുത്തുവാൻ പറ്റാത്ത രീതിയിൽ ആൾത്തിരക്കുണ്ടായിരുന്നു. പള്ളിയുടെ രണ്ട് ഭാഗങ്ങളിൽ കാണുന്ന ഫലകങ്ങളാണിത്. സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നും കൂടി ഇത് ഈ പള്ളി ദേവാലയം അറിയപ്പെടുന്നു. അർത്തുങ്കൽ ചർച്ച്, ഇതൊക്കെ തറക്കല്ലിട്ട ആളുകളുടെയൊക്കെ നാമങ്ങളാണ്. വിശുദ്ധരായിട്ടുള്ളതും ബിഷപ്പുമാരുടെയൊക്കെ നാമങ്ങളാണ് നിർദ്ദേശിച്ചു വച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഈ ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യുകയാണ്. ഒരു മാതാവിൻ്റെ പ്രതിമയും കണ്ട് മറുവശത്തിരുന്നും അൾത്താര ഭാഗത്തേക്ക് ക്യാമറ നിൽക്കുന്നു. നല്ല ഒരു തടിയിൽ തീർത്ത മതിലുകളും വശങ്ങളുമാണ് ദേവാലയം പുനരുദ്ധരിച്ചിട്ടുണ്ട്. നന്നായിട്ട് നല്ല തടികളിൽ തീർത്ത ഇരിപ്പിടങ്ങൾ, ബെഞ്ചസുകൾ, ആളുകൾ അവിടെ വന്ന് ധ്യാനിച്ചിരിക്കുന്നു. ഈ പൊഴിമണിൽ ചവിട്ടി ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്ന് അല്പനേരം ധ്യാനിച്ചിരുന്നാൽ കിട്ടുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ മനസ്സിലാവും.
ദേവാലയത്തിനുള്ളിലുള്ള ആ ഒരു അതിമനോഹരമായ അൾത്താര, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ടൈൽസിലും മുസൈക്സിലും ദേവാലയം അതിമനോഹരമായിട്ടുള്ള പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നു. കൊത്തുപണികളും മറ്റു അലങ്കാരങ്ങളൊക്കെ വളരെ അധികം വിസ്മയിപ്പിക്കുന്നതും നമ്മുടെ കണ്ണുകളെ വളരെയധികം ആകർഷിക്കുന്നതുമാണ്. ദേവാലയ അൾത്താര തന്നെ വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് പണിത് തീർത്തിരിക്കുന്നു. ഒരു വശത്തു കൂടി ക്യാമറ ഓടിച്ചപ്പോൾ പതിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവയൊക്കെ. ദേവാലയത്തിൻ്റെ ഈ അകത്ത് ഞാൻ വരുമ്പോൾ വളരെയധികം ശാന്തതയും നിശബ്ദതയും അനുഭവപ്പെട്ടു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നതിന് ഒരുപാട് ഉറപ്പ് തരുന്നൊരു അന്തരീക്ഷവും കൂടിയായിരുന്നു ദേവാലയ അന്തർഭാഗം. അങ്ങനെ അവിടെ കണ്ടിരുന്ന ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഞാൻ കാണുന്നു. അതിൽ ചവിട്ടി മുകളിലേക്ക് ബാൽക്കണിയിലേക്ക് കയറി പോകുവാൻ ആളുകൾ, ഭക്തർക്ക് മുകളിലിരുന്നും കുർബാന ആൾക്കൂട്ടം കൂടുമ്പോൾ മുകളിലേക്ക് പോയൊരു കുർബാന കാണാനുള്ള അവസരം ഈ ബാൽക്കണി ഒരുക്കി തരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബാൽക്കണിയിലേക്കുള്ള ആ ഒരു പ്രവേശനം ഗേറ്റ് കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ അകത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. കുർബാനയൊക്കെ തുടങ്ങുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ മിക്കവാറും അത് തുറക്കുമായിരിക്കാം. അത് താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നു. എനിക്ക് അകത്തേക്ക് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. പക്ഷേ എൻ്റെ ക്യാമറ ഒന്ന് അകത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച് കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. വീണ്ടും ക്യാമറ പുറത്തേക്ക് വരുന്നു. അങ്ങനെ നിരാശനായിട്ടാണെങ്കിലും പടി താഴെ ഇറങ്ങുന്നു. കാരണം ഇത് കുർബാന സമയമല്ലാത്തത് കൊണ്ട് അത് അടച്ച് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ തുറക്കേണ്ടതുള്ളൂ. എൻ്റെ പാദങ്ങൾ താഴെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ഇരുമ്പിൽ തീർത്ത ഒരു ഏണിപ്പടിയാണത്. വളരെ മനോഹരമായിരിക്കുന്നു. വളരെ ബലമുള്ളതും പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ദേവാലയത്തെ മനോഹരമാക്കുന്നു. എല്ലാ ആലങ്കാരിക വർക്കുകളും മനോഹരമായിട്ട് ഗാംഭീര്യം ഉളവാക്കുന്ന ഒരു രാജകീയ പ്രൗഢിയാണ് ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത്, നമ്മളിൽ വെളിവാകുന്നത്. ഏതൊരു വലിയ ഒരു വ്യക്തിയെ കാണുവാൻ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ശരി തന്നെ, വലിയ വ്യക്തി തന്നെയായിട്ടുള്ള ലൗകിക രക്ഷകനായിട്ടുള്ള യേശു ക്രിസ്തുവിനെയും ദേവാലയത്തിൽ നമുക്ക് ദർശിക്കാം. ദിവ്യ സക്രാരിയുടെ മുന്നിലാണ്. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് പിറകിലാണ് വിശുദ്ധ അന്തോണി, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആ ഒരു തിരുസ്വരൂപം. ദേവാലയ മധ്യത്തിൽ തന്നെ തിരുസ്വരൂപമുണ്ട്. ഒരു വശത്ത് നിന്ന് തിരുസ്വരൂപത്തിലേക്ക് ഞാൻ ക്യാമറ ഓടിച്ചു. ദേവാലയത്തിൻ്റെ മുകൾ വശങ്ങളും ഭാഗങ്ങളും ഇതിലൂടെ കാണാൻ സാധിക്കാം. ചില വ്യക്തികൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ വെളുത്തച്ഛൻ എന്നും പറയുന്നു. അർത്തുങ്കൽ എന്ന വാക്കിന് ചില ഐതിഹ്യങ്ങളിൽ ഇവിടെ ബുദ്ധന്മാർ വന്ന് ഇവിടെ ഒരു കല്ലിൽ ബുദ്ധന്മാർ, അതായത് സന്യാസികൾ, ശ്രീബുദ്ധൻ്റെ സന്യസ്തരായിട്ടുള്ള ആളുകൾ, അവരെ അർഹത് എന്ന് പറയാറുണ്ട്. അർഹത്
അർഹത്ത് ആയിട്ടുള്ള ആളുകൾ ഇവിടെ കല്ലിന്മേൽ വന്നിരുന്ന് ധ്യാനിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അർഹതിരുന്ന കല്ലുകളെയാണ് അർത്തുങ്കൽ എന്ന ഒരു ഐതിഹ്യമാണോ ഒരു ഒരു പറച്ചിലുണ്ട്, അങ്ങനെ ഒരു സംസാരമുണ്ട്. അങ്ങനെ ദേവാലയത്തിന് പുറത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ്. വളരെ മനോഹരമായി കല്ല് പാകിയ മുറ്റം, അതിന് ശേഷം കോഴിമണ്ണാൽ നിറഞ്ഞിരിക്കുന്ന അങ്കണം, ഇപ്പോഴും പന്തലിൻ്റെ ആ ഒരു തണലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും അല്പനേരം വിശ്രമിക്കാനും ആളുകൾ വരുന്നു. ദേവാലയത്തിന് മുന്നിൽ തന്നെ ഒരു കപ്പേളയുണ്ട്, അവിടെ എപ്പോഴും ആളുകൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ദേവാലയത്തിൻ്റെ വലതുവശത്തേക്കൂടെ ഞാനത് മുന്നോട്ട് പോകുന്നു. അതിന് തൊട്ടരികത്തായി ഒരു നിത്യാരാധന ചാപ്പൽ ഞാൻ കാണുന്നു. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അകത്തേക്ക് ക്യാമറയൊന്നും മറ്റും പാടില്ല. അതിനാൽ ഞാൻ അവിടെ പോയി ധ്യാനിച്ച് അല്പനേരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ദേവാലയത്തിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ കാണുന്നു, ദേവാലയത്തിന് പുറകിലായിട്ട് മറ്റൊരു ദേവാലയം. ഇത് ഓരോ രഹസ്യങ്ങളിലെയും സ്റ്റാച്യൂസുകളാണ് അവിടെ കാണുന്നത്. ഇത് മറ്റൊരു പഴയ ദേവാലയമാണിത്. ഈ പള്ളിയുടെ, ഈ ദേവാലയത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ലാൻഡ്മാർക്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് സെയിൻറ്റ് ആൻഡ്രൂസ് പാരിഷ്, അർത്തുങ്കൽ. ഓരോ വർഷങ്ങളും ആ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. സെയിൻറ്റ് സെബാസ്റ്റ്യൻ ബസിലിക്ക ഓഫ് ഹോപ്പ്, എ ബീക്കൺ ഓഫ് ഹോപ്പ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ, എ ബീക്കൺ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തിരുനാളം. തൊട്ടിപ്പുറത്ത് ഫാദർ ഷിക്കോമോ ഇനാച്ചിയോ ഫിനിച്ചിയോ. അങ്ങനെ ആ ഒരു അച്ഛനാണ്. മിലാനിൽ നിന്നുള്ളൊരു വൈദികനാണ്, ഇറ്റാലിയൻ പുരോഹിതനാണെന്ന് കരുതപ്പെടുന്നു. ഇവിടെ ഈ ഭാഗത്ത് മലയാളത്തിലാണ്, അവിടെ ഇംഗ്ലീഷിൻ്റെ നേരെ മലയാളം ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നുണ്ട് തർജ്ജമയായിട്ട്. കാരണം മലയാളികൾ ഒരുപാട് വരുന്നവരുണ്ട് ഇവിടെ. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ദേവാലയം സന്ദർശിക്കാൻ ആളുകൾ വരുന്നതാണ്. അവർക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ 2 ഭാഷകളിലായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ കൂടിയുള്ള ഒരു വഴിയാണ്, ഒരു വരാന്തയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ മറ്റ് ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളൊരു ഭാഗമായിട്ടാണത്. 1581 ദേവാലയം, 1581 ദേവാലയം, ആദ്യ ദേവാലയമാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ദേവാലയം. ഒരു പഴയ ഒരു ലുക്കും ആ ഒരു കെട്ടിടത്തിൻ്റെ ആ ഒരു ശൈലിയും കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഒരുപാട് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിരുന്നാലും ദേവാലയം പഴയ ആ ദേവാലയം തന്നെ. അൾത്താരയിലേക്ക് ഞാൻ പതിയെ ചുവട് വെച്ച് നീങ്ങുന്നു. ഇങ്ങനെയുള്ള ദേവാലയത്തിലേക്ക് വരുമ്പോൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുക. നമ്മുടെ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ, ഒരു 3 നിയോഗങ്ങളൊക്കെ പറഞ്ഞു പോവുക.
അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളൊക്കെ ലോകത്ത് ഇന്നുണ്ട്. പുതിയ പുതിയ ദേവാലയങ്ങൾ ദർശിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെ ദേവാലയത്തിൻ്റെ പ്രഥമ ഭാഗമായ അൾത്താരയിലേക്ക് അല്പനേരം നോക്കി ധ്യാനിച്ച് നിന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാനുള്ള എല്ലാവിധ പ്രേരണകളും നമുക്ക് ഈ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകും. അപ്പുറവും ഇപ്പുറവുമായിട്ട് വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെ രൂപങ്ങളും യേശുക്രിസ്തുവിൻ്റെ രൂപവും കാണുവാൻ സാധിക്കും. മാതാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ഒക്കെ. ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പഴയ ദേവാലയം. തൊട്ട് അർത്ഥങ്ങൾ പുതിയ ദേവാലയത്തിൻ്റെ പുറകിലൂടെ ഇടഭാഗത്തുകൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അങ്കണത്തിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ ഓഫീസ് വർക്കേഴ്സ്, അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സെക്ഷനാണിത്. ഇവിടെ എത്തിയപ്പോഴാണ് അതിമനോഹരമായിട്ടുള്ള ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഞാൻ കാണുന്നത്. പ്രതിമ രൂപത്തിൽ അത് മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തു വച്ചിരിക്കുന്നു, കൊത്തുവച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം. പ്രതിമ എല്ലാവരും ഒരു പിക്ചറല്ല, അതൊരു പ്രതിമ രൂപം ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതാണ് മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആ ഒരു ഹാളുകളും ഒഫീഷ്യൽ മുറികളും. അങ്ങനെ ദേവാലയത്തിൻ്റെ ഒരു സൈഡിലുള്ള മുറ്റത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ അവിടെയുണ്ട് വെള്ളം കുടിക്കാനുള്ള ഭാഗമുണ്ട്. അതിനുശേഷം തൊട്ടിപ്പുറത്ത് ഒരു കപ്പലിൻ്റെ രൂപത്തിൽ ഒരു ചരിത്രം പറഞ്ഞു തരുന്ന ഒരു ഭാഗം ഇവിടെ രൂപകൽപ്പന ചെയ്തു വച്ചിരിക്കുന്നു. വലിയ കപ്പൽ അവിടെ രൂപം വഹിച്ചുകൊണ്ട് പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ രൂപമാണ്. പുറത്ത് നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അകത്തേക്ക് കയറുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. അവിടെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇത് തികച്ചും ആൾക്കാരും വരുവാൻ സാധ്യതയില്ലാത്ത ഒരു സമയം നോക്കിയാണ് വന്നതെങ്കിലും ഇപ്പോഴും ആളുകളുടെ ഒരു നിബിഡത, ഒരു കൂട്ടം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു കപ്പലിൻ്റെ രൂപത്തിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ചിത്രീകരണമാണ് ഇപ്പോൾ നമ്മൾ ദർശിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി താഴെ ഒരു കുളം ഉണ്ട്. കുളത്തിൽ മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. ആമ്പൽക്കുളം, താമരക്കുളം പോലത്തെ ഒരു കുളം. പരുന്തിൻ്റെ ആ ഒരു സഹായത്തോടുകൂടി ഇവിടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ പരുന്തുകൾ വന്ന് ആകാശത്തെ വട്ടം ചുറ്റി തങ്ങളുടെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം എല്ലാ വർഷവും നടക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇത് ഓരോ രഹസ്യങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നതാണ്.
അതൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇത് കാനായിലെ കല്യാണം. വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ രഹസ്യമാണിത്. ഓർഡറായിട്ടല്ല, ഇത് ഓർഡർ തെറ്റിച്ചാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് പിന്നീട് കാണുന്നത് ആദ്യം ബാപ്റ്റിസമാണ്. അങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടത്, ഞാൻ ഓപ്പോസിറ്റാണ് നടന്നു വന്നിരിക്കുന്നത്. അതിനുശേഷം നേരെ പുറകെ കാണുന്നത്, ഈ രൂപത്തിന് പുറകെ കാണുന്നതാണ് അവിടുത്തെ ഒരു പ്രാർത്ഥനാ ബുക്കുകളും മാലകളും കൊന്തയൊക്കെ വാങ്ങാൻ പറ്റുന്ന ആ ഒരു സ്ഥലം. ഇനി അല്പം അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് തന്നെ അല്പനേരം നമുക്ക് ശ്രവിക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ സെബാസ്റ്റ്യൻ ദേവാലയമായ അർത്തുങ്കൽ സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയും സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇൻ്റർനാഷണൽ ദേവാലയവും 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് നിർമ്മിച്ചത്. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജനുവരിയിൽ നടക്കുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ അർത്തുങ്കലിൻ്റെ മഹത്തായ വാർഷിക തിരുനാൾ ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. ദേവാലയ ബസിലിക്കയുടെ തിരുനാൾ മകരം പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. 1584 ഇറ്റാലിയൻ ജസ്യൂട്ട് വികാരി ജാക്കോമോ ഫെനീസിയോയുടെ കീഴിൽ പള്ളി പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിന് ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ടെന്ന് ഭക്തർ അവകാശപ്പെടുന്നു. ഭക്തർ അദ്ദേഹത്തെ സ്നേഹപൂർവം അർത്തുങ്കൽ വെളുത്തച്ഛൻ, വെളുത്ത തൊലിയുള്ള പിതാവ് എന്ന് വിളിച്ചു. 1632 ഫെനീസിയോ യേശുവിൽ സ്വർഗപ്രവേശനം നടത്തി. അദ്ദേഹം സ്വർഗ ആരോപിതൻ. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1632 ഫെനീസിയോ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 8 വർഷത്തിന് ശേഷം പള്ളി വീണ്ടും പുനർനിർമ്മിച്ചു. ഇത്തവണ അറബിക്കടലിൻ്റെ തീരത്തുള്ള നീണ്ട വെളുത്ത മണൽ തീരത്തിലേക്ക് പടിഞ്ഞാറോട്ട് അഭിമുഖീകരിക്കാൻ പുനഃക്രമീകരിച്ചു. 1647 മിലാനിൽ ശില്പം ചെയ്ത രക്തം വാർന്നു കിടക്കുന്ന ശരീരമാസകലം അമ്പുകൾ തറച്ച വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ഒരു പ്രതിമ അർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചതിന് റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യസിൻ്റെ ഉത്തരവ് പ്രകാരം ആണ് വിശുദ്ധ
സെബസ്ത്യാനോസ് വധിക്കപ്പെട്ടത്. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താൽപ്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്ത അച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനീഷ്യോ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണത്തിനാവശ്യമായ കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും മൈനർ ബസിലിക്കയാണ് അർത്തുങ്കൽ. രൂപതയിലെ 2ാമത്തെ മൈനർ ബസിലിക്ക. പദവിക്ക് അർഹവും സ്ഥാനം പിടിക്കാനും പോകുന്നത് തുമ്പോളിപ്പള്ളിയാണ്. ഇനി തിരുനാളിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക. ഈ കൊടി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച് അവിടെ നിന്നും വൈകിട്ട് അർത്തുങ്കലിലേക്ക് കൊണ്ടുപോകും വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകുന്നു. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു. കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് വിശുദ്ധ സെബസ്ത്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത്. അവർ അടുത്തുള്ള കടൽ തീരത്തു നിന്ന് പള്ളി വരെ മുട്ടിൽ ഇഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യാവയവങ്ങളുടെയും അമ്പ്, വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു. ജനുവരി 20 പ്രധാന തിരുനാൾ. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പള്ളി കഴിഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷത്തോടും തീർത്ഥാടനം നടത്തുന്നതുമായ ക്രൈസ്തവ ദേവാലയങ്ങളാണ് തുമ്പോളിപ്പള്ളിയും എടത്വ പള്ളിയും. അർത്തുങ്കൽ വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അയ്യപ്പൻ്റെയും വാവരുടെയും അടുത്ത സുഹൃത്തായിരുന്നു വിശുദ്ധ ആൻഡ്രൂ എന്ന് ഫ്രാൻസിസ് ഡേ
കേരളത്തെക്കുറിച്ച് 1863 എഴുതിയ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. എന്നാൽ ഐതിഹ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന വെളുത്തച്ഛൻ യൂറോപ്യനായ ഫാദർ ഫെനോഷ്യ ആണെന്നാണ് മറ്റൊരു അഭിപ്രായം. കലകളിലും ദർശനങ്ങളിലും തൽപരനായിരുന്ന ഈ വൈദിക ശ്രേഷ്ഠൻ കളരിപ്പയറ്റ് പഠിക്കുവാനായി ചീരപ്പൻ ചിറയിലെത്തി. അയ്യപ്പൻ്റെ ഗുരുകുലവും ചീരപ്പൻ ചിറയായിരുന്നുവെന്നും അവിടെ ഇരുവരും സഹോദര തുല്യമായ സ്നേഹത്തോടെ താമസിച്ചു പഠിച്ചുവെന്നും ഇവരുടെ ഭാഷ്യം. ഇങ്ങനെയൊക്കെയാണ് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളും മറ്റ് അറിവുകളും. പലതവണയായിട്ട് ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഈ ദേവാലയത്തിലേക്ക് വരുവാനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത് ഇത്തവണയാണ്. കൊച്ചിയിൽ നിന്ന് നേരെ വൈറ്റിലയിലേക്ക് എത്തിയാൽ നേരെ കാണുന്ന ബൈപ്പാസ് ഹൈവേയിലൂടെ കടന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വടക്ക് ഭാഗം അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് മെട്രോയുടെയും മറ്റ് ഹൈവേയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ഈ പാലങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ നീളം കൂടിയ പാലങ്ങളും മെട്രോ റെയിൽവേകളും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് തിക്കും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും ഈ ദേവാലയത്തിൽ വരുവാൻ എനിക്ക് സാധിച്ചത് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു. ദേവാലയത്തിൻ്റെ അങ്കണത്തിലൂടെ നടക്കുമ്പോൾ കാണുന്ന ഓരോ രഹസ്യങ്ങളുടെയും സ്റ്റാച്യൂസുകളൊക്കെയാണ് ഇവയെല്ലാം. ഈ ദേവാലയത്തിൻ്റെ ആ ഒരു ചിത്രീകരണം ഗോത്തിക് സ്റ്റൈലാണിത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കല്ലുകളും മറ്റും വഞ്ചിയിലൂടെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയാം. ഇത് ദേവാലയത്തിന് മുന്നിൽ കാണുന്ന ഒരു കൊടിമരമാണ്. അങ്ങനെ അതിൻ്റെ മുന്നിൽ അല്പനേരത്തേക്ക് ഒരു സെൽഫി എടുക്കുക എന്നൊരു ആവശ്യം എനിക്കുണ്ടായി. അങ്ങനെ സെൽഫി എടുത്തു. വീണ്ടും ഞാൻ ദേവാലയത്തിനുള്ളിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. ആളുകൾ തീരെ ഇല്ലാത്തൊരു സമയം ആണെന്ന് കരുതി ഞാൻ വന്നതാണെങ്കിലും ആളുകളുടെ ഒരു ഒഴുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. അല്പനേരം മുട്ടുകുത്തിയിരുന്ന സെബസ്ത്യാനോസിൻ്റെ ആ ഒരു രൂപത്തെ പോയി മുത്തി നേർച്ചയും വാങ്ങി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരുപാട് സമയം ഈ ദേവാലയത്തിൽ സ്പെൻഡ് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈ ദേവാലയത്തിലേക്ക് വന്ന് ഒരുപാട് സമയം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അനുഗ്രഹങ്ങൾ നേടുക, അനുഗ്രഹങ്ങൾ സമ്പാദിക്കുക എന്നത് നമുക്ക് ഓരോ മനുഷ്യർക്കും
വളരെ തീവ്രമായി ആഗ്രഹിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ദൈവം കൂടെയുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തെ ആഗ്രഹിക്കാതെ, ദൈവാനുഗ്രഹം നേടാതെ പണത്തിൻ്റെയും മറ്റ് സ്വാധീനത്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഒരു വലിയൊരു വീഴ്ചയിലേക്കാണ് മനുഷ്യൻ നീങ്ങുന്നത്. അതിന് ബദലായിട്ട് ഈ ദേവാലയത്തിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പല വ്യക്തികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മനസാക്ഷിയുടെ സ്വരം വന്ന് പറയാറുണ്ട്. ആത്മാവ് മനുഷ്യഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ദേവാലയങ്ങളിലേക്ക് ഓടിപ്രവേശിക്കുന്നു. അങ്ങനെ ദേവാലയത്തിൻ്റെ മണിക്കൂറുകൾ കൊണ്ടുള്ള ധ്യാനവും പ്രാർത്ഥനയും ശേഷം ഞാൻ വീണ്ടും ദേവാലയത്തിന് നേരെ വിപരീതമായിട്ടുള്ള റോഡിലൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അർത്തുങ്കൽ ബീച്ചിലേക്ക് നമുക്ക് എത്താം. അവിടെ അകലെ ഒരു കുരിശടി കാണുന്നുണ്ട്. ആ കുരിശടിയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള മറ്റൊരു കാഴ്ചയും കൂടിയാണ് ഐ ലവ് അർത്തുങ്കൽ എന്നുള്ള ഒരു ബോർഡ്. രാത്രി ഇത് ഈ പ്രകാശമയമായിരിക്കും. അങ്ങനെ ആ കടൽ തീരത്തിലൂടെ അല്പനേരം സ്പെൻഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ അവിടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോഴാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വലിയൊരു രൂപം അവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. സെബസ്ത്യാനോസിൻ്റെ ആ രൂപവും കടന്ന് ഞാൻ മുന്നോട്ട് പോയപ്പോൾ അല്പനേരം ഒന്ന് കാറ്റുകൊണ്ട് അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചാലേ അല്പനേരം ഒന്ന് കാറ്റുകൊള്ളാം. കടൽ തീരത്തിരുന്ന് കുറച്ചു നേരം കടലിൻ്റെ തിരമാലകളൊക്കെ വന്ന് അടിക്കുന്നത് കാണുക എന്നുള്ളൊരു വലിയൊരു കാര്യം കൂടിയാണ്. അപ്പോഴാണ് അടുത്ത ഓരോ ചേട്ടന്മാരൊക്കെ ഓരോ കടകളും മത്സ്യബന്ധനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെയൊക്കെ ഞാൻ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും കൂടിയായിരുന്നു അത്. ഇത് 4 മണിയാകുന്നതേ ഉള്ളൂ. 4 മണിയാണ്. അപ്പോൾ അല്പം വെയിലൊക്കെ മാറി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളൊന്നും അധികം എത്തിച്ചേർന്നിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ചെറിയ വള്ളങ്ങളിലായിട്ട് കടലിൽ പോയി വന്ന് വലയിൽ മീനുകളായിട്ട് വരുന്ന വ്യക്തികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യങ്ങളെ അവർ വലയിൽ നിന്ന് വേർതിരിക്കുന്നു. കുറേ ആളുകൾ ജാതിമത ഭേദമന്യേ ദേവാലയത്തിലേക്ക് വരുന്നത് പോലെ തന്നെ ആളുകളും ഈ കടൽ തീരത്തും വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിരുന്ന അല്പനേരം കാറ്റുകൊള്ളുക എന്നതും കൂടി ഒരു ആത്മീയ ഉണർവ് തരുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അവർക്ക് ലഭിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ലഭിച്ച മത്സ്യങ്ങളെ അവരെല്ലാവരും വലയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. എനിക്ക് മത്സ്യം വിൽക്കാൻ തയ്യാറായിരുന്നു. ഒരു 3.5 കിലോ മത്സ്യം 100 രൂപക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ടും കുറേയധികം സ്ഥലങ്ങളിൽ പോകേണ്ടതുകൊണ്ടും മത്സ്യം വാങ്ങി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 3.5 കിലോ ചാളയ്ക്ക് വെറും 100 രൂപ തരാം എന്നവർ പറഞ്ഞിരുന്നു. ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ 1 കിലോ ചാളയ്ക്ക് 100 രൂപയാണ്. അതേ സമയത്താണ് അവർ 3.5 കിലോ ചാള 100 രൂപക്ക് തരാമെന്ന് പറഞ്ഞത്. അതിനുശേഷം മനസ്സൊന്ന് അല്ലെങ്കിൽ ശരീരം ഒന്ന് കുളിർമയാക്കാൻ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കോൺ ഐസ്ക്രീം വാങ്ങി. എന്തെന്നില്ലാത്ത മധുരമാണ് ഈ കോൺ ഐസ്ക്രീമിന്. നല്ല കണ്ടെയ്നർ നിറച്ചുകൊണ്ട് ആ ഒരു കോണിൻ്റെ അറ്റം വരെ അതിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു ഇതുണ്ട്.
കണ്ടെയ്നറുണ്ട്. എന്തെങ്കിലും നല്ല മധുരം, നമുക്ക് എറണാകുളത്ത് കിട്ടുന്നതിൽ നല്ല മധുരമാണ് ഈ ഐസ്ക്രീമിനുണ്ടായിരുന്നത്. ആ ഐസ്ക്രീം നുണഞ്ഞ് കൊണ്ട് വെയിലത്താണെങ്കിലും തൊപ്പിയൊക്കെ വെച്ചിരുന്ന് കുറച്ച് നേരം അത് നുണയാം അതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചുകൊണ്ട് കടൽ തീരത്തിലെ തിരമാലകൾ എണ്ണിക്കൊണ്ട് ഞാൻ കുറച്ച് നേരം സെൽഫി എടുത്തുകൊണ്ടിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിരമാലകൾ വന്ന് കയറി തിരിച്ചു പോകുന്നു, വീണ്ടും വന്ന് തിരിച്ചു പോകുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. അല്പനേരം തിരമാലയെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ക്യാമറ താഴ്ത്തി വെച്ചു. അപ്പോൾ തിരമാലകൾ ഇങ്ങനെ അടുത്ത് വന്ന് തഴുകിപ്പോകുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ, പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം. ഇതിനിടക്ക് അവിടെ ഞണ്ടുകൾ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ചാടി വരുന്നതും ഉണ്ടായിരുന്നു. ഞാനടുത്ത് എത്തിയപ്പോഴേക്കും കുഴിക്കുള്ളിലായിട്ട് ഓടിപ്പോയി. ഇതാണ് ആ അർത്തുങ്കൽ കടപ്പുറത്തിൻ്റെ ഒരു ഭാഗം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സൈഡാണ് ഈ കാണുന്നത്. ഒരു കല്ലിൻ്റെ പാത കടലിലേക്ക് പോകുന്ന കുറച്ച് ഭാഗത്തേക്ക് മുന്നോട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു വശമാണ്. ആളുകളൊക്കെ പതിയെ വന്നു തുടങ്ങുന്നു. ഒരു വൈകുന്നേരങ്ങളിൽ ജോലിയും കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ചെറിയ ചെറിയ മീനുകളെയൊക്കെ കൊത്തി തിന്നുവാനും എടുത്തുകൊണ്ട് പോകാനും കാക്കക്കൂട്ടങ്ങളും പ്രാവും കൂട്ടങ്ങളും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. മറ്റൊരു ചേട്ടൻ തൻ്റെ വള്ളത്തിൽ നിന്ന് മീനുകളെയെല്ലാം വേർതിരിക്കുന്നു. വലയിൽ കുടുങ്ങിയ മീനുകളെല്ലാം മാറ്റി മാറ്റി, കൂടുതലും ചാളയാണ് കൂടുതൽ കാണുന്നത്. മത്തി, ചെറിയ മത്തിയാണ് എല്ലാവരും എല്ലാ വള്ളത്തിലും അവർ കൂടുതൽ കിട്ടുന്നത്. മത്തിച്ചാകരയാണ്. അയിലയും ഉണ്ട്, അവിടെയൊക്കെ അയിലയും ഉണ്ട്. എനിക്ക് ആ ഒരു ഐസ്ക്രീം കഴിച്ചതിൻ്റെ ഒരു മധുരം വായിലുള്ളതുകൊണ്ട് ഒന്ന് നോർമലാക്കുവാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കഴിച്ചാലോ എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് കപ്പലണ്ടിയും മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് ഞാൻ കാണുന്നത്. നല്ലത് മേടിച്ച് ഒരു പാക്കറ്റ് 20 രൂപയുടെ ഒരു പാക്കറ്റ് കപ്പലണ്ടി മേടിച്ച് അതും കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. അപ്പോഴാണ് അവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ഷെഡ് ഞാൻ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെഡാണ്. വളരെ കംഫർട്ടബിളായ, വളരെ സുഖം തരുന്നൊരു ഷെഡ്. 1 ലക്ഷം രൂപയുടെ ഷെഡൊക്കെ ഇതിൻ്റെ പുറകിൽ നിൽക്കും എന്ന രീതിയിലാണ്